ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം ബാലരാമപുരത്ത് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 2.5 വയസ്സുകാരിയെ കൊന്നതാണെന്ന് സമ്മതിച്ച അമ്മാവൻ ഹരികുമാർ എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ദേവേന്ദുവിന്റെ ശരീരത്തിൽ മുറിവുകളില്ല എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ കൊണ്ടുപോകും. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ ഈ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിനോ ഇനിയിപ്പോഴേ ആ നിലയ്ക്കുള്ള ശ്രമങ്ങൾ നടത്താൻ അവസരം നൽകിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. തന്നെയുമല്ല, ഈ കുഞ്ഞ് 2 വയസ്സുകാരി ദേവേന്ദു എവിടെയാണ് ഉറങ്ങിയത് എന്നതിൽ ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ 4 പേരും 4 മൊഴിയാണ് പോലീസിന് നൽകിയത്. അതിൽ പക്ഷേ നിർണായകമായത് ദേവേന്ദുവിൻ്റെ സഹോദരി വളരെ നിഷ്കളങ്കമായി പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ്. ദേവേന്ദു തനിക്കും മാതാവിനും ഒപ്പമാണ് ഉറങ്ങിയത് എന്നാണ് ആ കുഞ്ഞു പറഞ്ഞത്. പിതാവ് കട്ടിലാണ് ഉറങ്ങിയത്. രാവിലെ മാതാവ് വിളിച്ച്, അതായത് അമ്മ വിളിച്ച് സഹോദരിയെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് ആ കുഞ്ഞിനെ തിരയുകയും പിന്നീട് കിണറ്റിൽ നിന്ന് സഹോദരിയെ ദേവേന്ദുവിനെ കിട്ടിയെന്ന് അമ്മ തന്നെ പറഞ്ഞു എന്നും ഈ ദേവേന്ദുവിൻ്റെ സഹോദരി പറഞ്ഞു. വളരെ നിഷ്കളങ്കമായി ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഈ കേസിൽ ഒരു പക്ഷേ പ്രധാനപ്പെട്ടതാണ്. മറ്റ് കുടുംബാംഗങ്ങളൊക്കെ അവരുടെ മൊഴികളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. അവരെന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിഷ്കളങ്കമായി ഈ കുഞ്ഞ് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ കേസിൽ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ ദേവേന്ദുവിൻ്റെ സഹോദരി പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. 2:30 ഉറങ്ങിയത്. അപ്പോഴും അവർ 5:05 പറഞ്ഞ് എൻ്റെ വാവയെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴും നോക്കിയപ്പോൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ കിണറിൻ്റെ അകത്ത് വിരുന്നെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് അവിടെ നിന്ന് എടുത്തങ്ങനെ. ഒരു നിഴല് കണ്ടു. ഇല്ല. അച്ഛൻ വന്നിട്ടൊന്നുമില്ലായിരുന്നു. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞാനും അമ്മയും വാവയും കൂടെ തറയിൽ കിടന്ന് 2:30 ഉറങ്ങിയത്. അപ്പോഴും അവർ 5:05 പറഞ്ഞ് എൻ്റെ വാവയെ അതാണ് ആ കുഞ്ഞ് അതിന് അറിയാവുന്ന കാര്യങ്ങൾ, അതിന് മനസ്സിലായ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ ഒരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുടുംബാംഗങ്ങളുടെ മൊഴിയൊന്നും മുഖവിലേക്ക് എടുക്കാൻ കഴിയാത്ത തരത്തിൽ ഇത് സങ്കീർണമാക്കുമ്പോഴാണ് ഈ കുട്ടി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഉമേഷ് ഈ കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. ഉമേഷ്, കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയോ? ഈ ഇൻക്വസ്റ്റിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ? പറയാൻ കഴിയുന്ന വിവരങ്ങളുണ്ടോ ഉമേഷ്? വിജയകുമാർ, ഈ എൻ്റെ പിന്നിലുള്ള ഈ കിണറിലാണ്, ഇവിടുത്തെ കിണറിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഈ വീട്ടിൽ, അതായത് വീട്ടിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി കുട്ടി ഇവിടേക്ക് നടന്നു പോവില്ല എന്ന് പ്രാഥമികമായി തന്നെ പോലീസിന് ഇവിടെ എത്തിയപ്പോൾ തന്നെ അത് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള കൃത്യമായ മനോഭാവത്തോടുകൂടി തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഏകദേശം 12 മണിയോടെ പൂർത്തിയായി. ഇൻക്വസ്റ്റിൽ കുട്ടിക്ക് മറ്റ് ശരീരത്തിൽ മറ്റ് മുറിവുകളൊന്നും കണ്ടെത്തിയില്ല. കയ്യിൽ ചെറിയ മുറിവുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഈ കിണറ്റിലേക്ക് വീണപ്പോഴോ മറ്റോ ഉണ്ടായതാകാം എന്നുള്ളതാണ് നിഗമനം. മറ്റ് മുറിവുകൾ, അതായത് മരണകാരണമായേക്കാവുന്ന മുറിവുകളൊന്നും കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായി കുട്ടീൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഈ കിണർ, അതായത് ഈ വീടിനോട് ചേർന്ന് ഏകദേശം ഒരു മീറ്റർ പോലും ദൂരമില്ലാത്ത കിണർ, ഈ കിണറിൽ കുട്ടിയെ ഇട്ടിട്ടാണ് ഈ പരിസരം മുഴുവൻ ഇവർ പരിശോധിക്കാനായി പോയത്. ഈ കുട്ടിയുടെ ഒരു റിലേറ്റീവായ, ഒരു ബന്ധുവായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ ഇവരുടെ മൊഴിയിൽ പ്രാഥമികമായി തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ അമ്മാവൻ്റെ റൂമിനകത്തുണ്ടായിരുന്ന മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരുന്ന വസ്ത്രങ്ങൾ. ഈ വസ്ത്രങ്ങൾ എങ്ങനെയാണ് അവിടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി അയാൾ നൽകിയില്ല. 2, വീടിന് പുറത്ത് തൊട്ടടുത്ത കെട്ടിടത്തിൽ ഒരു കുരുക്കിട്ട നിലയിൽ കയറുകൾ കെട്ടിയിരുന്നു. അതെന്തിനിട്ടു എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി പറഞ്ഞില്ല. ആ മറുപടികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് തുടർ അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോവുകയും പ്രതിയിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഇത് ഈ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ അശ്രദ്ധയിൽ സംഭവിച്ചതോ എന്നുള്ള അല്ല
എന്നുള്ള നിഗമനം പോലീസിനുണ്ടായിരുന്നു. ഇത് കൊലപാതകമാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയായിരുന്നു പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയെയും അച്ഛനെയും അമ്മാവനെയും മുത്തശ്ശിയെയും പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും അതിന് ഫലം കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു നരേറ്റീവ് ഈ രീതിയിലായിരുന്നു. അതായത് ഇവിടെ നിന്ന് രാത്രി 2 മണിയോട് കൂടി അമ്മ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയാണ് ആ ബാത്റൂമിലേക്ക് കയറുന്നു. ആ ഫോട്ടോ മാറ്റുന്നുണ്ട്. ഈ ആളല്ല വിജയകുമാർ നമ്മുടെ കാണിച്ച ഫോട്ടോ അതല്ല എന്ന് ഒരു ആൾ ഈ പ്രദേശവാസി വന്ന് പറഞ്ഞതാണ്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് നെഗറ്റീവ് ഈ രീതിയിലാണ്. ഈ ബാത്റൂമിനുള്ളിൽ അമ്മ കയറുന്ന സമയത്ത് വീട്ടിനകത്ത് ഒരു കരച്ചിൽ കേട്ടു. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ മാറ്റിയ ശേഷം തിരിച്ചു വന്നപ്പോൾ കുട്ടിയെ ഈ വീട്ടിനുള്ളിലേക്ക് കാണാനുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു നരേറ്റീവ്. ആ നരേറ്റീവ് പക്ഷേ പോലീസ് തുടക്കത്തിൽ തന്നെ അത് പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് എത്തി. കാരണം ആരുടെ കൂടെയാണ് കുട്ടി കിടന്നത്, അതായത് ആ അമ്മ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അമ്മയോടൊപ്പമാണ് കുഞ്ഞ് കിടന്നത്. അതിനുശേഷം അമ്മ പുറത്തേക്ക് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു തെറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ആ മൊഴിയിൽ തന്നെ ഒരു കള്ളത്തരം പൊളിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ നരേറ്റീവ് പൊളിഞ്ഞതോടുകൂടി തന്നെ പോലീസിന് തുടക്കത്തിൽ തന്നെ ഇതിൽ ഒരു അസ്വാഭാവികത തോന്നുകയും തുടർ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ അമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? കാരണം അമ്മ ഇപ്പോഴും പറഞ്ഞത് അമ്മ തൻ്റെ അടുത്തായിരുന്നില്ല കുട്ടി കിടന്നത്, അച്ഛൻ്റെ അടുത്തായിരുന്നു എന്നാണ്. പക്ഷേ നമ്മളോട് കുട്ടിയുടെ സഹോദരി പറഞ്ഞ മൊഴി ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഒരു മുറിയിലായിരുന്നു, ഒന്നിച്ചായിരുന്നു കിടന്നതെന്നാണ്. സ്വാഭാവികമായി കുട്ടികൾ ഒരിക്കലും കള്ളം പറയേണ്ട ഒരു സാഹചര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യം പ്രഥമ ദൃഷ്ടിയാൽ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയാണോ അതോ കൊലപാതകം മറച്ചു വെക്കാനുള്ള ഇടപെടൽ നടത്തിയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി പുറത്തു വരേണ്ടതുണ്ട്. സ്വാഭാവികമായി പോലീസ് ഇതുവരെയുള്ള എല്ലാ നടപടികളും വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. വിജയകുമാർ. യെസ്, ഇപ്പോൾ അമ്മാവൻ ഹരികുമാർ ആ കുറ്റം ഏറ്റെടുത്തു എന്നാണ് വരുന്ന വിവരം. അയാൾ കുറ്റം സമ്മതിച്ചു. അയാൾ കുറ്റം ഏറ്റെടുത്തതാണോ എന്ന് പോലീസിന് സംശയമുള്ളത് കൊണ്ട് അയാളെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അയാൾ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്ന നിലയിലുള്ള മൊഴി അയാൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അയാൾ ആരെങ്കിലും രക്ഷിക്കാൻ, അയാളുടെ സഹോദരിയെ തന്നെ രക്ഷിക്കാനാണോ ഇത്തരം ഒരു മൊഴി നൽകിയത് എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്, വിശദമായി പരിശോധിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് രാവിലെയാണ് ദേവേന്ദുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ പുലർച്ചെ ഉണ്ടായ തീപിടുത്തവും പരിസരത്തു നിന്ന് കണ്ടെത്തിയ കുരുക്കിട്ട കയറും സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. ഇന്നലെ രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന് ഇന്ന് രാവിലെ കുടുംബം പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപത്തെ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഫയർഫോഴ്സ് എത്തി കുഞ്ഞിനെ പുറത്തെടുത്തു. മാതാപിതാക്കളെയും വീട്ടിലുണ്ടായിരുന്ന മുത്തശ്ശിയെയും കുഞ്ഞിന്റെ അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. രാത്രിയിൽ കുഞ്ഞ് ആർക്കൊപ്പമാണ് കിടന്നത് എന്നതിൽ ഇവരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. ദേവേന്ദു തനിക്കും മാതാപിതാക്കൾക്കുമൊപ്പം ഒരു മുറിയിലായിരുന്നു കഴിഞ്ഞതെന്ന് സഹോദരി 24-നോട്. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞാനും അമ്മയും വാവയും കൂടെ തറയിൽ കിടന്നു. കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കടുത്ത സാമ്പത്തിക ബാധ്യത കുടുംബത്തിനുണ്ടായിരുന്നെന്ന് നാട്ടുകാർ. ദുരൂഹത മാറ്റണമെന്ന് MLA M. വിൻസെന്റ്. മൂത്ത കുഞ്ഞിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇളയ കുഞ്ഞിനെ എടുത്ത് അച്ഛൻ്റെ അടുത്ത് കിടത്തിയിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ഇവരെല്ലാവരും എഴുന്നേറ്റ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്ന സമയത്താണ് ഇത് കാണാൻ കുട്ടിയെ കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു സംഭവം. പുലർച്ചെ കുഞ്ഞിന്റെ അമ്മാവന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. മണ്ണെണ്ണ ഒഴിച്ച് വസ്ത്രങ്ങളും കട്ടിലിന്റെ ഒരു ഭാഗവും കത്തിയ നിലയിലാണ്. കിണറിന്റെ ഭാഗത്ത് കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് 36 ലക്ഷം രൂപ മോഷണം പോയെന്ന് പോലീസിൽ കുടുംബം വ്യാജ പരാതി നൽകിയിരുന്നു. പിന്നീട് പോലീസിൽ പരാതി എഴുതി നൽകാൻ കുടുംബം തയ്യാറായിരുന്നില്ല. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 2.5 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ട നിലയിൽ രാവിലെ കണ്ടെത്തിയത്. ദുരൂഹത പൂർണ്ണമായി മാറേണ്ടതുണ്ട്. ദുരൂഹത മാറ്റേണ്ടത് പോലീസുമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് സലീം മാലിക് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സലീം, അതിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പോലീസ് ഒരുപക്ഷേ
ഔദ്യോഗികമായി അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമെന്ന് കരുതാം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ബാലരാമപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ്. സലീം, തുടരാം. എന്താണ് പോലീസിൻ്റെ നിഗമനങ്ങൾ? ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പോലീസ് അന്വേഷണ സംഘം എപ്പോൾ നൽകുമെന്നാണ് സൂചന? വിജയകുമാർ, ഒരു 2 വയസ്സുകാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ആ കൊലപാതകം ഒരു അപകടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിന് പിന്നാലെ വളരെ കൃത്യമായി പോലീസ് ആ കേസ് വളരെ ബുദ്ധിപരമായി അന്വേഷിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതിലെ പ്രതി ആര് എന്നതിലെ വ്യക്തമായ സൂചനയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഏറിപ്പോയാൽ ഒരു 2 മണിക്കൂർ കൂടി നമുക്ക് കാക്കാം. അതിനുള്ളിൽ തന്നെ ഈ കൊലയിലെ ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച നാടകങ്ങളുടെ അതിലെ അഴിയാക്കഥകൾ, അതിലെ ചുരുളുകൾ കൂടി അഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്രയും തിടുക്കപ്പെട്ട, അത്രയും മികച്ച നിലയിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വളരെ വേഗത്തിൽ ആ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രതികൾ കാണിച്ച അതിബുദ്ധി തന്നെയാണ് വളരെ വേഗത്തിൽ പ്രതികളെ കുടുക്കിയത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നിലവിൽ പോലീസ് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നില്ല. അത് അല്പസമയത്തിനകം തന്നെ നൽകും. പക്ഷേ ചില സൂചനകൾ, ചില കാര്യങ്ങളൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പോലീസ് ആ കേസ് ഫയൽ ആദ്യഘട്ടത്തിലെ കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. കാരണം അവർക്ക് എന്തിനാണ് കൊലപാതകം എന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. അതിനു മുൻപ് ആ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഉത്തരം കിട്ടാൻ ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി തേടുകയാണ് പോലീസ്. അതും വളരെ വേഗത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. ഇനി പോലീസിന് മുൻപിൽ വേണ്ടത് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ്. അതുകൂടി അല്പസമയത്തിനകം വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ കുട്ടിയുടെ മാതാവിന്റെ സഹോദരൻ ഹരികുമാർ ആ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്തിന് കൊലപാതകം നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ആരെ രക്ഷിക്കാൻ, ആർക്കു വേണ്ടി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. പക്ഷേ അതിന്റെയും ഉത്തരങ്ങൾ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ മാതാവിനെ രക്ഷിക്കാൻ കുട്ടിയുടെ അമ്മാവൻ ശ്രമിക്കുന്നു എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ സംശയത്തിന്റെ ആനുകൂല്യം ആർക്കും നൽകുന്നില്ല. ഒരുപക്ഷെ ഈ കുട്ടിയുടെ പിതാവ് മാത്രമാണ് ഇക്കാര്യങ്ങൾ അറിയാത്തത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മറ്റെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ കൂടി പോലീസ് വ്യക്തത വരുത്തുകയാണ്. ഇവർ രാവിലെ മുതൽ നൽകിയ മൊഴികൾ, ഇവർ കാണിച്ച അതിബുദ്ധി ഒക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും ഇവർക്ക് തന്നെ വിനയായത് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ പോലീസ് കാണിച്ച ജാഗ്രത കൂടി ആയതോടുകൂടിയാണ് കേസ് വളരെ വേഗത്തിൽ അവസാനിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൽ കുട്ടിയെ കൊന്നത് അമ്മാവൻ തന്നെയാണോ, അതോ അയാൾ ആ കുറ്റം ഏറ്റെടുത്തതാണോ, ആരെങ്കിലും രക്ഷിക്കാനാണോ, ഇതിൽ അമ്മയ്ക്ക് പങ്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ കുറ്റകൃത്യം നടത്തിയത്? അത്തരം കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അതിൽ ഔദ്യോഗികമായി പോലീസ് അവരുടെ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളിൽ പറയാൻ പറ്റുന്നത് അല്പസമയത്തിനകം ഒരു പക്ഷേ പങ്കുവച്ചേക്കും എന്ന വിവരമുണ്ട്. സലീം അലിക്കാണ് അക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. വിവിധ വശങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഈ കുറ്റമേറ്റെടുക്കൽ പോലും മറ്റൊരു നാടകമാണോ എന്ന സംശയവും ശക്തമാണ്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മലപ്പുറം മോങ്ങം ഒളമതിലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു. ഒളമതിൽ സ്വദേശി അങ്ങപറമ്പിൽ മിനിയാണ് മരിച്ചത്. 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ ബക്കറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മിനിയെ വീട്ടിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞിനെ ശുചിമുറിയിലെ ബക്കറ്റിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 4 മണിയോടെ സഹോദരൻ എഴുന്നേറ്റപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യയിൽ ആർക്കും പങ്കില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നുമാണ് എഴുതിയിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മിനി ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം. മിനിയുടെ അമ്മയും അച്ഛനും രോഗികളാണ്. മിനിക്ക് മറ്റു പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങി. 24 മലപ്പുറം. എറണാകുളം ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരിയായ പോക്സോ അതിജീവിതയെ ആൺസുഹൃത്ത് അനൂപ് അതിക്രൂരമായി മർദ്ദിച്ചെന്ന് പോലീസ്. പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക തെളിവെടുപ്പിനിടെ കണ്ടെത്തി. ഗുരുതരമായി പരിക്കേറ്റ 19-കാരി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അനൂപ് ചുറ്റിക ഉപയോഗിച്ചാണ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ പാടുകൾ ശരീരത്തിലുണ്ട്. പിന്നാലെ പെൺകുട്ടി ഷാള് കഴുത്തിൽ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഷാള് മുറിച്ചിട്ട അനൂപ് ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു. പെൺകുട്ടി മരിച്ചെന്ന് കരുതിയാണ് അനൂപ് വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം പ്രതി പോലീസിനോട് സമ്മതിച്ചു. സെക്ഷൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. റിയാക്ട് ചെയ്ത സമയത്ത് അറ്റാക്ക് ചെയ്ത് സെൽഫായിട്ട് ഹാങ് ചെയ്ത സമയം കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട്. ബലാത്സംഗം, അതുപോലെ തന്നെ കൊലപാതക ശ്രമം. കൈവച്ചിട്ടുള്ളതാണ് മർദ്ദിച്ചിട്ടുള്ളത്. ചുറ്റുവെച്ചും മർദ്ദിച്ചിട്ടുണ്ട്. ദേഹമാസകലവും കൺഫ്യൂഷൻ ഉണ്ട്. കഴുത്തിലും അടിവയറിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. പെൺകുട്ടി അബോധാവസ്ഥയിൽ 10 മണിക്കൂറാണ് കിടന്നത്. കുട്ടിയുടെ ബന്ധു എത്തിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു.
ഇൻസ്റ്റാഗ്രാം വഴിയാണ് അനൂപ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. ലഹരിയടക്കം കൈമാറിയിരുന്നതായും സംശയമുണ്ട്. പ്രതിയെ നാട്ടുകാരും തിരിച്ചറിഞ്ഞു. അത് പരിസരവാസികൾ പലരും കണ്ടിട്ടുള്ള അവരെന്നെ ഉറപ്പിച്ചു അവൻ തന്നെയാണ്. ഇയാൾക്കെതിരെയാണ് നമ്മൾ നേരത്തെ പരാതി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അനൂപിനെതിരെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. സ്ഥിരമായി വരുന്ന ആളാണ്. കേസിൽ മറ്റു പ്രതികളില്ല. പെൺകുട്ടിയുടെ സ്വത്തുക്കളും പ്രതി ലക്ഷ്യം വച്ചിരുന്നതായാണ് പോലീസിന്റെ സംശയം. താനല്ലാതെ മറ്റൊരാളുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ട് എന്ന സംശയമാണ് അനൂപിനെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത്. ഭിന്നശേഷിക്കാരെ ഇത്തരത്തിൽ ആക്രമിച്ച പ്രതിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര കടുത്ത സംശയരോഗത്തിനടിമ. അയൽക്കാർ തനിക്കെതിരെ കൂടോത്രം നടത്തിയെന്ന സംശയമാണ് 3 കൊലപാതകങ്ങൾക്ക് കാരണമായത് എന്ന് പ്രതിയുടെ തന്നെ കുറ്റസമ്മത മൊഴി വ്യക്തമാക്കുന്നു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്നും കേസ് നീട്ടിക്കൊണ്ടു പോകരുത് എന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ പെൺമക്കൾ 24നോട് പറഞ്ഞു. പ്രത്യേക മനോനിലയുള്ള ചെന്താമര സംശയരോഗത്തിനടിമയായിരുന്നുവെന്നാണ് കുറ്റസമ്മത മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഭാര്യയും മകളും സുന്ദരി എന്നത് സംശയരോഗത്തിലെത്തിച്ചു. അവർ താനുമായി അകലാൻ കാരണം സജിതയുടെ കുടുംബം തനിക്കെതിരെ കൂടോത്രം ചെയ്തുകൊണ്ടാണെന്ന് സംശയിച്ചു. പിന്നീട് സജിത കളിയാക്കിയതിന്റെ പ്രതികാരമായി കൊലപ്പെടുത്തുകയായിരുന്നു. താൻ ആക്രമിക്കപ്പെടുമോ എന്നൊരു പേടി ചെന്താമരയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ആക്രമിക്കാൻ സാധ്യതയുള്ള ആളുകളെ മനസ്സിൽ നിശ്ചയിച്ചു. അവരെ കൊല്ലുക എന്ന ചിന്തയിലേക്കെത്തി. അതിന് തക്കം പാർത്തിരുന്നു. സുധാകരനെ ആക്രമിക്കുമ്പോൾ അമ്മ ലക്ഷ്മി ചീത്ത വിളിച്ചതുകൊണ്ടാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നും മൊഴിയിലുണ്ട്. ഇയാൾ കാട്ടിൽ നിന്നിറങ്ങിയത് വിശപ്പ് സഹിക്കാതെയാണെങ്കിലും പിടിയിലാകുമെന്ന് ബോധ്യമുണ്ടായിരുന്നു. ചെന്താമര എന്ന കൊടും കുറ്റവാളിയോടുള്ള പേടി സുധാകരന്റെ മക്കളായ അഖിലയ്ക്കും അതുല്യയ്ക്കും വിട്ടുമാറുന്നില്ല. അമ്മ സജിത കൊല്ലപ്പെട്ടിട്ട് 5 വർഷമായി. ഇപ്പോഴും വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല. ഈ കേസും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാതെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് വിചാരണയ്ക്ക് പ്രത്യേക കോടതി തന്നെ വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരിക. കോടതിയിൽ നിന്ന് അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വിശ്വാസമുള്ളത് കോടതി മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ കോടതി തന്നെ ഇതിന് വേണം. അമ്മൻ്റെ വിധി 5 കൊല്ലം കഴിഞ്ഞു എന്നിട്ട് വന്നിട്ടില്ല. എന്നിട്ട് അപ്പോഴേക്കും അച്ഛൻ തന്നെ പോയില്ല. ഇനി ഇതിൻ്റെ കാര്യം വേണമെങ്കിൽ വേറെ ആയിരുന്നെങ്കിലും അയാൾ കൊല്ലും. പെട്ടെന്നൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത്രയോ. ചെന്താമരയ്ക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വിശദമായ തെളിവെടുപ്പായിരിക്കും നടക്കുക. അതിനു മുൻപ് പ്രതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. പോലീസും പ്രോസിക്യൂട്ടറും ചർച്ച ചെയ്ത് ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. അതേസമയം കഴിഞ്ഞ ദിവസം നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 24 പാലക്കാട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ച റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർക്ക് കൈമാറി. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ JPC അധ്യക്ഷൻ ജഗദംബിക പാൽ തള്ളി. വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ പാർലമെന്റിലെത്തിയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. സ്പീക്കറുടെ അനുമതിയോടെ JPC അധ്യക്ഷൻ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കും. സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്ത ബില്ലുകളിൽ 7ാമത്തെ ഐറ്റമായാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ നിർദ്ദേശങ്ങൾ തഴഞ്ഞെന്ന പ്രതിപക്ഷ ആരോപണം ജഗദാംബിക പാൽ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയതെന്നും വിശദീകരണം. 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോടെയാണ് വഖഫ് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. വിവാദ വ്യവസ്ഥകളിൽ ബഹുഭൂരിഭാഗവും റിപ്പോർട്ടിൽ നിലനിർത്തിയതായാണ് വിവരം. 44 ഭേദഗതികൾ പ്രതിപക്ഷം നിർദ്ദേശിച്ചെങ്കിലും വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് തള്ളിയിരുന്നു. വിനീത VG, 24 ഡൽഹി. എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാല പദ്ധതിയിൽ LDF-നുള്ളിൽ അതൃപ്തി പുകയുന്നു. പദ്ധതിയിൽ LDF-ൽ പൊതു തീരുമാനമുണ്ടായിട്ടില്ല എന്ന് തുറന്നടിച്ച് RJD രംഗത്തെത്തി. മന്ത്രിതലത്തിൽ മാത്രമെടുത്ത തീരുമാനം ശരിയായ നടപടിയല്ല എന്ന് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പ്രതികരിച്ചു. ഇപ്പോൾ ബ്രൂവറി അനുവദിക്കുന്നതിന് ആധാരമായ ഈ എക്സൈസ് പോളിസി LDF-ൽ വെച്ചിട്ടില്ല. LDF-ൽ വെക്കാതെ എങ്ങനെയാണ് ഒരഭിപ്രായം പറയുക? LDF-ൽ 11 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ LDF യോഗത്തിൽ അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണവും തെറ്റും മേന്മകളും മനസ്സിലാക്കി നമുക്കൊരു കൺസിഡേർഡ് ഒപ്പീനിയൻ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ എക്സൈസ് പോളിസി LDF-ൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല.
മദ്യനിർമ്മാണശാല പദ്ധതിയിൽ പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രംഗത്തെത്തി. പദ്ധതിയിലെ ഇടപാട് ഉറപ്പിക്കാൻ BRS നേതാവ് കെ കവിത കേരളത്തിലെത്തിയെന്നും എവിടെ താമസിച്ചുവെന്നത് അന്വേഷിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത MP അവരും പ്രതിയാ. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അവരെവിടെ താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കുക. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെന്റുമായിട്ട് സംസാരിച്ചത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇതിൽ CPIക്ക് പിന്നാലെ ഇപ്പോൾ RJD കൂടി മുന്നണിക്കകത്ത് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് ഉന്നയിക്കുകയാണ്. ഉറപ്പായും LDFന് ഇത് ചർച്ച ചെയ്യേണ്ടി വരും. അടുത്ത LDF യോഗത്തിൽ ഇത് ഉന്നയിക്കുമെന്ന് നേരത്തെ CPI വ്യക്തമാക്കിയതാണ്. അപ്പോൾ സർക്കാരിന് കുറെ കൂടി CPM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാവുകയാണല്ലേ? വിജയകുമാർ, CPIയുടെ എതിർപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായി LDFന് മുന്നിലുള്ളത്, സർക്കാരിന് മുന്നിലുള്ളത്. അതിൽ അവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമം നടത്തുമ്പോഴാണ് അടുത്ത ഘടകകക്ഷിയായ RJD കൂടി ഈ വിഷയത്തിൽ എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ജനതാദൾ എസിലും സമാനമായ എതിർപ്പ് ഉരുണ്ടുകൂടിയിരുന്നെങ്കിലും ഇന്നലെ അത് മന്ത്രി K കൃഷ്ണൻകുട്ടി ഇടപെട്ട് അതിനെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. JDS സർക്കാരിന് ഈ കാര്യത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ RJD ആകട്ടെ ഇത് മുന്നണിയിൽ ചർച്ച ചെയ്യാത്ത മദ്യനയമാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിലാണ് സംസ്ഥാനത്ത് ഡിസ്റ്റിലറികൾ തുടങ്ങാൻ അനുമതി നൽകിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ആ മദ്യനയം LDFൽ ചർച്ച ചെയ്തില്ല എന്ന ആക്ഷേപമാണോ RJD ഉന്നയിക്കുന്നതെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും മുന്നണിയിൽ ഇക്കാര്യം ചർച്ച ചെയ്തില്ല, അടുത്ത മുന്നണി യോഗത്തിൽ ഇക്കാര്യം പറയുമെന്നാണ് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം ഇടതുമുന്നണിക്കകത്ത് ഭരണമുന്നണിക്കകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. ആരോപണത്തിൻ്റെ കുന്തമുന മുഖ്യമന്ത്രിയിലേക്ക് നീട്ടുന്നതിൻ്റെ സൂചനയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കാര്യത്തിൽ BRS നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയുമായി ബന്ധപ്പെടുത്തിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ നിയമസഭയുടെ അകത്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നില്ല. എന്നാൽ അന്ന് തന്നെ പുറത്തു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ആളുകളുമായുള്ള ബന്ധമാണ് ഈ പ്ലാനിന് അനുമതി നൽകുന്നതിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ആവർത്തനമായി വേണം ഇപ്പോൾ വി ഡി സതീശൻ്റെ പ്രതികരണത്തെ കാണാൻ. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി കേരളത്തിലെ ബ്രൂവറി ഇടപാടിനെ ചേർത്ത് വയ്ക്കുകയാണ് പ്രതിപക്ഷം. അതാണ് BRS നേതാവ് കെ കവിതയുടെ പേര് ഈ വിഷയത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നത്. നേരത്തെ രമേശ് ചെന്നിത്തല ഒരു വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നത് കുറെ കൂടി ശക്തമായി ഉന്നയിക്കുന്നു. അതിനിടെയാണ് RJDയുടെ എതിർപ്പ് മുന്നണിക്കകത്ത് നിന്ന് CPIക്ക് പിന്നാലെ ഉയരുന്നത്. ഈ വിഷയത്തിൽ അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശദാംശങ്ങളാണ് ആർ ശ്രീജിത്ത് നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി എന്ന പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. ബാളിയൂർ മീഞ്ച സ്വദേശി തീർത്ഥയുടെ വീട്ടിൽ ബാങ്ക് നോട്ടീസ് പതിച്ചു. ഫെബ്രുവരി 10-നുള്ളിൽ 5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് നിന്ന് അരുൺ, ഏത് ബാങ്കാണ് ഇവരുടെ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഈ നടപടിയിലേക്ക് പോകുന്നത്? ഇതിൽ ജനപ്രതിനിധികൾ, MLA ഇവരൊക്കെ ഇടപെടേണ്ടതാണല്ലോ. കാരണം ആ മേഖലയിലെ ജനങ്ങളുടേത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയും സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. അത് കണ്ടില്ല എന്ന് നടിച്ചാണോ ഈ ജപ്തി നോട്ടീസ് അവരുടെ ഭിത്തിയിൽ പതിച്ചിട്ട് പോയിരിക്കുന്നത്? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതാണ് തീർത്ഥയുടെ വീട്. തീർത്ഥയുടെ വീടിന് മുന്നിൽ സ്ഥാപിച്ച കേരള ഗ്രാമീൺ ബാങ്ക് മിയാപ്പദവ് ശാഖ, അതാണ് സ്ഥാപിച്ച ജപ്തി നോട്ടീസാണ്. ഈ സ്ഥലവും വിൽപ്പനയ്ക്ക്, ഈ സ്ഥലവും ഇതിലുള്ള ബിൽഡിങ്ങും നിയമപ്രകാരം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അധീനതയിലുള്ളതാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ബാങ്ക് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 10 വരെയാണ് ഇവർക്ക് സമയം നൽകിയിരിക്കുന്നത്. 2014 ഇവർ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. 2.5 ലക്ഷം രൂപയാണ് ലോൺ എടുക്കുന്നത്. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ പണിക്ക് വേണ്ടിയുമായിരുന്നു ലോൺ എടുത്തത്. 2019 വരെ 1.5 ലക്ഷം രൂപയോളം തിരിച്ചടച്ചു. തുടർന്ന് സാമ്പത്തിക ബാധ്യതയുണ്ടായി, തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നു. കാരണം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ചികിത്സ പോലുള്ള കാര്യങ്ങൾക്ക് വലിയൊരു തുക ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ
കുട്ടിയുടെ പിതാവ് കൂലിപ്പണിക്കാരനാണ്. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തേണ്ട ആവശ്യമുള്ളതിനാൽ ഈ ബാങ്കിൻ്റെ ലോണ് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതാ ബാങ്ക് നോട്ടീസ് പതിച്ചിരിക്കുന്നു, ഒപ്പം ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ഈ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഇവരുടെ 6 സെൻറ്റ് സ്ഥലവും അത് ബാങ്കിൻ്റെ അധീനതയിലാണ്, ബാങ്കിൻ്റെ കീഴിലാണ് എന്നാണ് ബാങ്ക് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥലം ലേലം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ മാതാവ് ബീന നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി എപ്പോഴാണ് ലോൺ എടുത്ത്? 2014 2 ലക്ഷം രൂപ ലോൺ എടുത്താണ്. ഞങ്ങൾ 2019 അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടയ്ക്കാൻ പറ്റില്ല. ഈ കൊറോണയുടെ കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തോളം പെൻഡിങ്ങിലായി കഴിഞ്ഞപ്പോൾ അവർ അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞാൽ പെൻഡിങ്ങിലായ പൈസ മൊത്തം അടയ്ക്കണമെന്ന്. അപ്പോൾ അന്നേരം ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. ഈ പണിയില്ലാതിരിക്കുന്ന സമയത്ത് ഒത്തിരി പൈസ അടയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അന്നേരം ഞങ്ങൾ പിന്നെ അടയ്ക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ പോയിരുന്നു. പിന്നെ അതങ്ങനെ നീണ്ടു പോയതാണ്. ലാസ്റ്റ് 1 കൊല്ലം മുമ്പ് അവർ പറഞ്ഞത് എന്തായാലും അടച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളെ ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം അടയ്ക്കാൻ വേണ്ടി പോയി. 1.25 ലക്ഷം ഉണ്ടായിരുന്നു അന്നേരം. അപ്പോൾ ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ അടച്ചിട്ട് ബാക്കി 75,000 ഞാൻ 2 തവണയായിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറ്റിയല്ല, ഒന്നിച്ചടയ്ക്കണം, ഒന്നിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല, പിന്നെ നിങ്ങൾ ഇറക്കി വിട്ടുമെന്ന് പറയരുതെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ബാങ്ക് ഇപ്പം പറയുന്നത് ഈ നോട്ടീസ് കൊണ്ട് അവർ ആ ബോർഡ് വലിച്ചു കെട്ടിയിട്ട് അവർ പറഞ്ഞു ഫുള്ളും അടയ്ക്കണമെന്ന്. 2.5 ലക്ഷം രൂപ ഫുള്ളും അടച്ചാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 2 ലക്ഷം രൂപ അടച്ചാൽ നമുക്ക് പുതുക്കിയെടുക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ 2 ലക്ഷം രൂപ ഇല്ലല്ലോ, ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ലെങ്കിൽ ഒരു ബാങ്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. കുട്ടിയുടെ അച്ഛനെന്താ ജോലി? ലോറിയുടെ ഡ്രൈവറാണ്. പുള്ളിക്ക് എല്ലാ ദിവസമൊന്നും പണി ഉണ്ടാവില്ല. ഇപ്പോൾ ചൂട് കൂടുമ്പോഴും മഴ കൂടുമ്പോഴും ഒക്കെ അവർ പണിയൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആഴ്ച 2-3 പണിയൊക്കെ കിട്ടിയെങ്കിലേ ഉള്ളൂ. ആ പണിയും കൂടെ നമുക്ക് ഇതെല്ലാം കൂടെ നടക്കുകയില്ല. അങ്ങനെ ഇത് പെൻഡിങ്ങിലായത് തന്നെ. ഇപ്പോൾ ഇവിടുന്ന് ഇറക്കി വിട്ട് നമുക്ക് പോകാൻ വേറെ സ്ഥലമില്ല. വിജയകുമാർ, അത് തന്നെയാണ് നമുക്ക് ഈ വീടിൻ്റെ അവസ്ഥ ഒന്ന് കാണാം. കാരണം ഈ കുടുംബം വലിയ രീതിയിൽ മനോവിഷമത്തിലാണ്. ബാങ്ക് ഇതൊന്നും കണ്ടിട്ടില്ല. ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ വലിയ തുക ഇവർക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. വീടിൻ്റെ പണിക്ക് വേണ്ടിയാണ് 2.5 ലക്ഷം രൂപ ഇവർ എടുത്തത്. അതിനുശേഷം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവാകുന്നു. നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒന്ന് കാണാം. അതൊന്നും ഒന്ന് വൃത്തിയാക്കുന്നതിന് പോലും അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം ആ പണം കൊണ്ട് അതിന് തികഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം ഉപയോഗിക്കേണ്ടി വന്നു. പല റൂമുകളിലൊന്നും വാതിലില്ല, ജനലില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പല റൂമുകളും തേക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ബാങ്ക് ഇത്ര ക്രൂരമായ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഫെബ്രുവരി 10-നകം ഈ പണം തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് പറയുന്നത്. 2.5 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് അടയ്ക്കാൻ സാധിച്ചാൽ ഈ ലോണ് പുതുക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ അതിന് പോലും കഴിയാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി അരുൺ, അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളാകെ മനസ്സിലാകുന്നുണ്ട്. ഫെബ്രുവരി 10-നുള്ളിൽ 5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് ബാങ്കിൻ്റേതാണ്, ഇത് ആർക്കും വേണമെങ്കിൽ ലേലത്തിന് പിടിക്കാം എന്നൊരു ബാനർ, ഒരു നോട്ടീസ് അവിടെ വലിച്ചു കെട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെയാണ് ആ കുടുംബം താമസിക്കുന്നതും. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, നിയമപരമായി ചെയ്യാൻ കഴിയുന്ന ഇടപെടൽ എന്താണോ അത് ജനപ്രതിനിധികളൊക്കെ ഇടപെട്ട് ചെയ്യുമെന്ന് കരുതാം. അത് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ കുടുംബമാണ്. പ്രത്യേക പരിഗണന ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും നേരിടുന്ന മേഖലയാണ്. അപ്പോൾ അവർക്ക് കിട്ടും, അത് നൽകും, അതിനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയാണ് ഈ റിപ്പോർട്ടിലൂടെ. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കിടെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. മേളയിലേക്കുള്ള VVIP പാസുകൾ റദ്ദാക്കി. ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഇന്ന് പ്രദേശം സന്ദർശിക്കും. ത്രിവേണി സംഗമത്തിലെ അമൃതസ്നാനത്തിനായുള്ള തിക്കിലും തിരക്കിലും പെട്ട ഇന്നലെ 30 തീർത്ഥാടകർ മരിക്കാനിടയായ പശ്ചാത്തലത്തിലാണ് മഹാകുംഭ് പ്രദേശത്തെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചത്. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഓൺലൈനായി വിളിച്ച യോഗത്തിൽ VVIP പാസുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. മേള പ്രദേശത്ത് വാഹനങ്ങൾ കർശനമായി നിരോധിച്ചു. ജനങ്ങളെ നിയന്ത്രണത്തോടെ മാത്രമേ കടത്തിവിടാവൂ എന്ന പോലീസിന് നിർദ്ദേശം നൽകി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്കായി നയങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചു. അപകടത്തെക്കുറിച്ച് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അതേസമയം നിലവിലെ ക്രമീകരണങ്ങൾ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്ന് മഹാകുംഭ് പ്രദേശം സന്ദർശിക്കും. 24 ഡൽഹി.
വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ജില്ലാ കളക്ടർമാർ പള്ളികൾ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്താണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? ഈ പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവ് റദ്ദാക്കാനിടയായ സാഹചര്യം എന്താണ്? വിജയകുമാർ, ഏറെ സങ്കീർണതകളുള്ള ഒരു വിഷയമാണ് ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം. അതുകൊണ്ട് തന്നെ അത് രമ്യമായി പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ഘട്ടം മുതൽ കോടതി ശ്രമിച്ചത്. അതിനുശേഷം ഇന്ന് ഇരുഭാഗത്തിൻ്റെ വാദങ്ങൾ കേട്ട ശേഷമാണ് സുപ്രീം കോടതി ഈ വിഷയത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവ് എന്നുള്ളത് നിലവിൽ ഈ വിഷയത്തിലെ കോടതി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി എടുത്തിട്ടുള്ള ഉത്തരവുകൾ അത് മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയം ഒന്നുകൂടി പരിശോധിച്ച് വീണ്ടും ഈ വിഷയത്തിൽ വാദങ്ങൾ കേട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ഡിവിഷൻ ബെഞ്ചിന്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനോടാണ് ഈ വിഷയങ്ങൾ വീണ്ടും പരിഗണിക്കുവാനുള്ള നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അത് ചില വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ മുൻപിൽ ആശങ്കയായി ഉണർന്നു. അതായത് ഈ ഉദ്യോഗസ്ഥരെ, ഈ ആരാധനാലയങ്ങൾ പോലുള്ള ഇടത്ത് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള നടപടികൾ അത് പൊതു താല്പര്യത്തിന് അഭികാമ്യമാണോ, അങ്ങനെ അയക്കുന്നത് അഭികാമ്യമാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കണം. ഈ വിഷയങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ അത് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അത് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്താണ് തുടർ മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കണമെന്ന് കൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഉചിതമായ മാർഗങ്ങൾ ഇതിനായി കണ്ടെത്തണം. ആ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തരവ് ഫലത്തിൽ നേരത്തെ 6 പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധി, ആ ഉത്തരവ് റദ്ദാക്കിയതിന് തുല്യമായി നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പ്രസക്തമായ വിഷയങ്ങൾ പരിഗണിച്ച് ഹൈക്കോടതിയോട് ഈ വിഷയത്തിൽ ഉചിതമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഉത്തരവിനിടയിൽ ഓർത്തഡോക്സ് സഭ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. കാരണം മുൻകാല ഉത്തരവുകളെ അല്ലെങ്കിൽ ആ ഉത്തരവുകളെ മാനിക്കാത്ത തരത്തിലേക്ക് ഇത് പോകും എന്ന ഒരു ആശങ്ക ഓർത്തഡോക്സ് മുന്നോട്ട് വച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയം വീണ്ടും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച് വേണ്ട ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ സുപ്രീം കോടതി ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഉചിതമായ ഉത്തരവ്, പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ കളക്ടർമാർ പള്ളികൾ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഇതോടെ റദ്ദാക്കപ്പെടുന്നത്. വീണ്ടും ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ച് ഉചിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കണം. ഇതാണിപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം കേന്ദ്ര സർക്കാർ തേടി. ശനിയാഴ്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. 2 ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. നാളെ രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ലോക്സഭാ ചേംബറിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് ഔപചാരിക തുടക്കമാകും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് പിന്നാലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇരുസഭകളുടെയും മേശപ്പുറത്തു വയ്ക്കും. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ഫെബ്രുവരി 3-4 തീയതികളിൽ നടക്കും. രാജ്യസഭയിൽ 3 ദിവസമാണ് ചർച്ച. രാജ്യസഭയിൽ ഫെബ്രുവരി 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടായേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ഇരുസഭകളിലെയും കക്ഷി നേതാക്കളുടെ സംയുക്ത യോഗം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി. നാളെ മുതൽ ഫെബ്രുവരി 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം. ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാർച്ച് 10-ന് സമ്മേളനം പുനരാരംഭിച്ച് ഏപ്രിൽ 4-ന് പിരിയും. 27 ദിവസത്തെ സിറ്റിംഗാണ് ബജറ്റ് സമ്മേളനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 24 ഡൽഹി. തൊഴിലിടങ്ങളിൽ പങ്കാളിത്തം കൂട്ടാനുള്ള പദ്ധതികൾ പ്രതീക്ഷിക്കുകയാണ് കേന്ദ്ര ബജറ്റിൽ രാജ്യത്തെ സ്ത്രീകൾ. ജെൻഡർ ബജറ്റിനുള്ള വിഹിതത്തിൽ ഇത്തവണയും വർധനയുണ്ടാകാൻ സാധ്യതയുണ്ട്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെയാണ് ജെൻഡർ ബജറ്റ് എന്ന ആശയം ഉടലെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ആകെ ബജറ്റിന്റെ 6.8% ജെൻഡർ ബജറ്റിനായി മാറ്റിവെച്ചത്. ഇതുവരെയുള്ള കണക്കുകളിൽ ഏറ്റവും ഉയർന്ന ശതമാനമായിരുന്നു അത്. ഇത്തവണയും വിഹിതം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തെ സ്ത്രീകൾ.
അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ബജറ്റിന്റെ 34% ജെൻഡർ ബജറ്റിലേക്ക് മാറ്റിവെക്കുന്നുണ്ടെന്ന് ഓർക്കണം. 2023 കണക്ക് പ്രകാരം തൊഴിലിടങ്ങളിൽ 30% മാത്രമാണ് രാജ്യത്ത് സ്ത്രീ പ്രാതിനിധ്യം. ഇത് കൂട്ടാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം വേണം. ലോകബാങ്കിന്റെ പഠനമനുസരിച്ച് സ്ത്രീ പ്രാതിനിധ്യം പുരുഷന്മാരോടൊപ്പം എത്തിയാൽ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിൽ 51% വളർച്ചയുണ്ടാകും. സ്ത്രീകളെ ശാക്തീകരിക്കാൻ കഴിയുന്ന നൈപുണ്യ വികസനത്തിലും തൊഴിൽ നയങ്ങളിലും, അതായത് ജെൻഡർ സെൻസിറ്റിവിറ്റി ഫ്രെയിംവർക്ക് കൊണ്ടുവരണം. സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ പെൻഷൻ സ്കീംസ്, ഇൻഷുറൻസ് സ്കീംസ്, തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ എന്നിവ പോലുള്ള സാമൂഹിക സുരക്ഷാ നടപടികൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഡിജിറ്റൽ സാക്ഷരത, അതായത് ഡിജിറ്റൽ സ്കിൽസ് ആൻഡ് ലിറ്ററസി എന്ന് പറയുന്ന ഇവ പരിപാടികളുടെ വ്യാപ്തി എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്? ഇത് സ്ത്രീകളുടെ ഡിജിറ്റൽ സമ്പാദ്യ അവസ്ഥയിൽ ഏർപ്പെടാൻ അനുവദിക്കും. പണം നേരിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതികൾ ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. പണം കൊണ്ട് മാത്രമല്ല, നൈപുണ്യ പരിശീലനം, അങ്കണവാടികളുടെ ശാസ്ത്രീകരണം പോലെ കൂടുതൽ കരുതൽ ആവശ്യമുണ്ട്. വേതനമില്ലാതെ ഗാർഹിക ജോലിയിൽ ഒതുങ്ങി നിൽക്കുന്നവരെ സഹായിക്കും വിധം കൂടി പദ്ധതികൾ വേണം. ജെൻഡർ ബജറ്റിംഗ് പോളിസി നടപ്പാക്കി 20 വർഷം പൂർത്തിയാവുകയാണ്. ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ ഗണ്യമായ വർധനവ് വരുത്താറുണ്ട്. ഏറ്റവും ഒടുവിൽ അത് 3 ലക്ഷം കോടിയിലധികം രൂപയായി മാറിയിട്ടുണ്ട്. ഇത്തവണയും ഒരു വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പണത്തിന്റെ വലുപ്പം മാത്രമല്ല, സ്ത്രീകളുടെ ജീവിതത്തിൽ നേരിട്ട് ചലനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മികച്ച പദ്ധതികൾ കൂടിയാണ് ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. UDFന്റെ മലയോര സമരയാത്രയിൽ പങ്കെടുത്ത തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ മലപ്പുറം എടക്കരയിലെ യോഗത്തിലാണ് മുൻ MLA കൂടിയായി PV അൻവർ എത്തിയത്. തറവാട്ടിലേക്ക് തിരികെ എത്തിയത് സമ്മാനമായിട്ടാണ് എന്ന് വയനാട് പനമരം പഞ്ചായത്തിലെ ഭരണമാറ്റം സൂചിപ്പിച്ച് PV അൻവർ വേദിയിൽ പറഞ്ഞു. ആ വോട്ടെടുപ്പ് കഴിഞ്ഞു, LDFനെ പുറത്താക്കി UDFന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ST പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ 20 മിനിറ്റായി. അപ്പൊ തറവാട്ടേക്ക് വന്നപ്പോ ഒന്നും കൊടുന്നില്ലെന്നാരും പരാതി പറയില്ല. അപ്പോൾ തറവാട്ടേക്ക് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട UDF നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ക്ഷണിച്ചിട്ടാണ് PV അൻവർ എത്തിയതെന്നും നന്ദിയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അദ്ദേഹം മലയോര സമരയാത്രയുമായി സഹകരിക്കണം. അദ്ദേഹം MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ വരുമ്പോൾ ആ ജാഥയിൽ പങ്കെടുത്തതിന് അഭിവാദ്യം അർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു UDF നേതാക്കളുമായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു കോഴ്സിന് വേണ്ടി വരുന്നതല്ല, തീർച്ചയായും അദ്ദേഹത്തിൽ പങ്കെടുക്കാം, അതിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു എന്ന്. അത്രയും വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതെന്താ, അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു, മനസ്സിലായില്ലേ? അല്ല, ചർച്ച അത് ഞാൻ പറഞ്ഞു ഉചിതമായ സമയത്ത് അതിൻ്റെ തീരുമാനം വരും. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ ആവർത്തിച്ചു പറയുന്നത്. ഇതുപോലൊരു 30-ാം തീയതിയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്നത്. ചുരൽമലയിലെ ട്യൂഷൻ ടീച്ചറായ ഷഹീലയ്ക്ക് നഷ്ടപ്പെട്ടത് താൻ പഠിപ്പിച്ചിരുന്ന 25 കുട്ടികളെയാണ്. ടീച്ചറുടെ വീടും വാഹനവും എല്ലാം ദുരന്തം തകർത്തു. ടീച്ചറുടെ സങ്കടം 24 വാർത്തയാക്കിയതിന് പിന്നാലെ അമേരിക്കയിൽ നിന്ന് ടീച്ചർക്ക് സഹായമെത്തി. ചൂരൽമലയിൽ ഒറ്റ ട്യൂഷൻ സെൻ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടിനോട് ചേർന്ന് ഷഹീല ടീച്ചറുടെ ട്യൂഷൻ സെൻ്റർ. ഇവിടെയായിരുന്നു ട്യൂഷൻ ക്ലാസ്, ഈ കാണുന്നതായിരുന്നു. ഇത് ഒരു ഭാഗമായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൻ്റെ. ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു 40ഓളം പിള്ളേർ വന്നിരുന്നതായിരുന്നു. അതിലിപ്പോൾ 25 പിള്ളേരെ എനിക്ക് മിസ്സായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടച്ച് മിനിക്കിങ്ങനെ വെക്കുന്ന ഒരു വണ്ടിയായിരുന്നു. എപ്പോഴും എന്താ പറയുക, തലേ ദിവസം പോലും എൻ്റെ ഉപ്പ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് ഇതിൽ വെള്ളം വീഴാതിരിക്കുക, ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു തുണി ഇട്ട് അതിൻ്റെ പുറമെ ഒരു കവറിട്ട് ഭയങ്കര സേഫായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക, ഈ വാർത്ത പലരും കണ്ടു. 24 USA ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കരയുടെ ഇടപെടലുണ്ടായി. എല്ലാം തിരികെ നൽകാൻ കഴിയില്ലെങ്കിലും ടീച്ചർക്ക് സഞ്ചരിക്കാൻ തകർന്ന സ്കൂട്ടറിന്റെ സ്ഥാനത്ത് പുതിയൊരു സ്കൂട്ടർ നൽകാൻ തീരുമാനിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന്
മുക്തി നേടാൻ ഷഹീല ടീച്ചർക്ക് ഇത് ഒരു കൈത്താങ്ങായിട്ട് നൽകാൻ ഞങ്ങൾ ഈ പ്രാവശ്യം താല്പര്യപ്പെടുന്നു. കൽപ്പറ്റയിൽ വെച്ച് 24 വാർത്താ സംഘം ഷഹീല ടീച്ചർക്ക് സ്കൂട്ടർ കൈമാറി. ഓർമ്മകൾ എന്തായാലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ മക്കൾ, ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന്, പിന്നെ എൻ്റെ അയൽവാസികൾ, നാട്ടുകാർ, എൻ്റെ നാട് എല്ലാം നഷ്ടമായി. അതിലൊരു ആശ്വാസമായിട്ടാണ് എനിക്കിപ്പോൾ ഈ വണ്ടി 24 എനിക്ക് തരുന്നത്. വളരെ നന്ദിയുണ്ട്. 24 പ്രതിനിധികളായ സാനു പച്ചാളം, സുർജിത്ത് അയ്യപ്പത്ത്, മനു ദാമോദരൻ, പ്രകാശൻ പള്ളത്ത്, ഷഹീല ടീച്ചറുടെ മാതാവ് സലീമ, മറ്റു ബന്ധുക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. കേരളീയം VK മാധവൻകുട്ടി മാധ്യമ പുരസ്കാരം 24 സീനിയർ റിപ്പോർട്ടർ MG പ്രതീഷിന് 50,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കിടപ്പാടമില്ലാത്ത മനുഷ്യരെക്കുറിച്ചുള്ള വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. തെലങ്കാന നല്ലഗൊണ്ടയിൽ ഈ മാസം 18-ന് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവ് മലയാളി എന്ന് സംശയമുണ്ടെന്ന് തെലങ്കാന പോലീസ് 24-നോട് പറഞ്ഞു. അന്വേഷണത്തിൽ കേരള പോലീസിന്റെ സഹായം തെലങ്കാന പോലീസ് തേടിയിട്ടുണ്ട്. 18/1/2025 January, we found an unknown dead body in a water canal near Gurramport of Devarkonda subdivision, Nalgonda district, Telangana state. The body was highly decomposed. We are unable to preserve the fingerprints also because of the decomposition. After verification, we found that one Peter England said, basing on the Peter England set style code, we requested Peter England authorities the details of the shirt and any other. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? അന്വേഷണത്തിൽ കേരള പോലീസ് ഇതിനോടകം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? വിജയകുമാർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ മാസം 18-നാണ് ഒരു യുവാവിൻ്റെ മൃതദേഹം തെലങ്കാനയിലെ ഗുറംപോഡ് കനാലിൻ്റെ കരയിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് പറയുന്നതനുസരിച്ച് ഏകദേശം 30-നും 40-നും വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു യുവാവിൻ്റെ മൃതദേഹമാണ്. കൊല്ലപ്പെട്ട നിലയിലായിരുന്നു, ശരീരത്താകെ മുറിവുകളുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് പരിമിതിയുണ്ട്. ഇതാരുടേതാണെന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. പോലീസിൻ്റെ അന്വേഷണം തന്നെ അത്തരത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അങ്ങനെയാണ് ഈ യുവാവ് ധരിച്ചിരുന്ന ആ ഷർട്ട്, അതിൻ്റെ സ്റ്റൈൽ കോഡ് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. അതൊരു പീറ്റർ ഇംഗ്ലണ്ട് ബ്രാൻഡിൽ വരുന്ന ഒരു ഷർട്ടാണ്. അതിൻ്റെ കൃത്യമായ സ്റ്റൈൽ കോഡുകൾ എവിടെയാണ് വിറ്റതെന്ന് ആ കമ്പനിയെ സമീപിച്ചാൽ മനസ്സിലാകും. അങ്ങനെയാണ് തെലങ്കാന പോലീസ് ഈ കമ്പനിയെ സമീപിക്കുകയും ഈ യുവാവ് ധരിച്ച ആ ഷർട്ടിൻ്റെ സ്റ്റൈൽ കോഡ് കേരളത്തിൽ മാത്രമാണ് വിറ്റഴിഞ്ഞതെന്ന് ആ കമ്പനി സ്ഥിരീകരിച്ച് പറയുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട യുവാവ് മലയാളിയാണ് എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. അതിനുശേഷം കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ കേരള പോലീസിൻ്റെ ഇതിനകം തന്നെ സഹായം തേടിയിട്ടുണ്ട്. അതിൽ നേരത്തെ ഇപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ ശരീരം മുഴുവൻ അഴുകിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് എന്തെങ്കിലും ഒരു സൂചനകൾ അവരുടെ ശാസ്ത്രീയ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഷർട്ട് ഡീകോഡ് ചെയ്തതിലൂടെ ഇത് മലയാളിയാണ് എന്ന സംശയം മാത്രമാണ്. പീറ്റർ ഇംഗ്ലണ്ട് ഷർട്ട് കേരളത്തിൽ വിറ്റതാണ്. ആ ഷർട്ട് കേരളത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചയാൾ. അപ്പോൾ ഒരു മലയാളിയാണ് എന്ന് പോലീസ് സംശയിക്കുന്നു. കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് തെലങ്കാന പോലീസ്. അതിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശാസ്ത്രീയ പരിശോധനകൾ അനിവാര്യമായ ഒരു കേസ് കൂടിയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.